ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 19 തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ബാലൻ ദി ബോയ്. ചിദംബരം സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആദിശേഷൻ, സിനാൻ, ഫർസാന, ടോവിനോ തോമസ്, ഗിരീഷ് ഷെഡി, ജീൻ പോൾ ലാൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് കേരളത്തിൽ 14 കോടി 46 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 2 കോടി 12 ലക്ഷവും തമിഴ്നാട്ടിൽ 94 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 23,70,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 31,40,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 18 കോടി 4 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. വിദേശത്ത് $1.20 മില്യൺ, അതായത് 11 കോടി 43 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെയുള്ള 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 29 കോടി 47 ലക്ഷം രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 12-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 50 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 14 കോടി 95 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 30 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജൂൺ 19 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് മാ ഇന്ദി ബംഗാരം. ബി നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സാമന്ത, ഗുൽഷൻ ദേവയ്യ, ശ്രീമുഖി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെലങ്കാനയിൽ 27 കോടി 13, ആന്ധ്രയിൽ 18 കോടി 74, കർണാടകയിൽ 10 കോടി 37, തമിഴ്നാട്ടിൽ 5 കോടി 23, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 89 ലക്ഷം എന്നിങ്ങനെ 11 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 62 കോടി 36 ലക്ഷം രൂപയാണ്. വിദേശത്ത് $2.27 മില്യൺ കളക്ട് ചെയ്തത്, അതായത് 21 കോടി 55 ലക്ഷം രൂപ. അങ്ങനെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 83 കോടി 91 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 3 കോടി റേഞ്ചിലാണ്. അങ്ങനെ 87 കോടി റേഞ്ചിലാണ് ആദ്യ 12 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. കോക്ടെയിൽ 2 എന്ന ബോളിവുഡ് സിനിമയും ജൂൺ 19 തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് 103 കോടി 71 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. വിദേശത്ത് $2.94 മില്യൺ, അതായത് 27 കോടി 85 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 131 കോടി 56 ലക്ഷം രൂപ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 12-ാം ദിവസം ഇന്ന് ചൊവ്വാഴ്ച വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 134 കോടി റേഞ്ചിലാണ് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ജൂൺ 26 കേരളം ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെട്ട അമേരിക്കൻ സിനിമയാണ് സൂപ്പർ ഗേൾ. ചിത്രം 4-ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 5 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് കേരളത്തിൽ 41,50,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ ഇന്ത്യൻ ഗ്രോസായി 4 ദിവസം കൊണ്ട് നേടിയെടുത്തത് 5 കോടി 72 ലക്ഷം രൂപയുമാണ്. $175 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് $70 മില്യൺ, ഏകദേശം 675 കോടി രൂപ. കോളനി എന്ന കൊറിയൻ സിനിമയും കേരളത്തിൽ തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 5,96,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 11 ദിവസം കൊണ്ട് 1 കോടി 56 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി കളക്ട് ചെയ്തത് $42 മില്യൺ, ഏകദേശം 380 കോടി രൂപ. $12 മില്യൺ ഈ സിനിമയുടെ ബഡ്ജറ്റ്. ദി ഫ്യൂരിയസ് എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 2,40,000 രൂപയായിരുന്നു. ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 45 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 1 കോടി 74 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി $35 മില്യൺ കളക്ട് ചെയ്തത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് $20 മില്യൺ. വമ്പന്തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹോളിവുഡ് സിനിമയാണ് ഒബ്സഷൻ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 1,17,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 32 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 5 കോടി 1 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 97 കോടി 89 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് ഗ്രോസായി 3,500 കോടി 30 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.